ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ വിജിലൻസ്. ആഭ്യന്തര പരിശോധനാ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിലും അന്വേഷണം നടത്തും. തട്ടിപ്പ് നടത്താൻ സംഗീതിന് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന വിലയിരുത്തലിലാണ് വിജിലൻസും. നഷ്ടമായ പണം തിരിച്ചുപിടിക്കുമെന്ന് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അറിയിച്ചു. തട്ടിപ്പ് വ്യക്തമായപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകിയെന്നും ടിബി സുബൈർ ജനം ടിവിയോട് പറഞ്ഞു. വിജിലൻസ് അന്വേഷിച്ച ബാങ്കിൽ നിന്നൊരു രേഖ, ഒരു 15 ലക്ഷം രൂപ സംഗീത് എന്ന് പറയുന്ന ജീവനക്കാരൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് ക്ഷേമനിധിയുടെ അക്കൗണ്ടിൽ നിന്നും പോയതായി രേഖയടക്കമാണ് വിജിലൻസ് കൊണ്ടുവന്നത്. അത് നോക്കിയപ്പോൾ നമുക്കും നമ്മുടെ ഓഫീസിലെ ജീവനക്കാർക്കും മനസ്സിലായി ഇത്തരത്തിലൊരു 15 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് നിലവിലെ ഓഫീസർക്ക് മനസ്സിലായി. ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് വിജിലൻസ് ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരിയായ ഇപ്പോഴത്തെ വെൽഫെയർ ഓഫീസറിനോടും ആവശ്യപ്പെട്ടു. തുടർന്ന് നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ വീണ്ടും ഒരു 64 ലക്ഷം രൂപ സംതിങ് വേറൊരു വ്യക്തിയുടെ പേരിൽ ഇതേപോലെ പോയിട്ടുള്ളതായി കണ്ടു. വലിയൊരു എമൗണ്ട്, ഏതാണ്ട് 78 ലക്ഷം രൂപയോളം ബോർഡിൽ നിന്നും പോയതായി കണ്ടപ്പം CEO അപ്പോൾ തന്നെ ചെയർമാൻ എന്നുള്ള എന്നോട് വിളിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകാൻ പറഞ്ഞു. അങ്ങനെ CEO അപ്പോൾ തന്നെ ഈ പറയപ്പെടുന്ന സംഗീതിൻ്റെ പേരിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. കുറ്റം ചെയ്ത് ഈ പണം അപഹരിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെ ഈ പണം തിരിച്ചു പിടിച്ച് പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്ക് ആനുകൂല്യമായി കൊടുക്കേണ്ട പണമാണ് ഇത്തരത്തിൽ പോയിട്ടുള്ളത്. അത് തിരിച്ചു പിടിച്ച് അവർക്ക് കൊടുക്കുന്ന എല്ലാ നടപടികൾ സ്വീകരിക്കുകയും കൂടാതെ ഈ പണം മുഴുവൻ തന്നെ ബോർഡിൽ തിരിച്ചു പിടിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് കർശനമായ നടപടികൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിജിലൻസ്. കാരണം ഇതിൽ സംഗീതിന് മാത്രമല്ല പങ്ക് എന്നുള്ള ഒരു നിഗമനത്തിൽ കൂടി വിജിലൻസ് എത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ? രോഹിണി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഈ തട്ടിപ്പിന് പലവിധ രീതികൾ ഉപയോഗിച്ചതടക്കം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ക്ഷേമനിധിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 78 ലക്ഷം രൂപയോളമാണ് തൻ്റെ ഒരു കരാറുകാരൻ്റെ അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ സ്വന്തം അക്കൗണ്ടിലേക്കും സംഗീത് മാറ്റിയത്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ വളരെ സങ്കീർണമാണ്. പിന്നീട് ഏതാണ്ട് 40ഓളം ചെക്കുകൾ, അത് ക്ഷേമനിധി ബോർഡിൽ നിന്ന് പണമെടുക്കുന്നതിനുള്ള ചെക്കുകൾ, അതിൽ സ്വന്തം നിലയിൽ ആ ചെക്കുകൾ മാറി പണം തട്ടിയെടുത്തു എന്നുള്ള ഒരു വിവരവും കൂടി പുറത്തു വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ക്ലർക്കായ സംഗീതിൻ്റെ മുൻപിലെത്തുന്ന ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ചെക്ക്, അതിന് മുകളിൽ വെൽഫെയർ ഓഫീസറുണ്ട്, ജൂനിയർ സൂപ്രണ്ടുണ്ട്, പിന്നീട് വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട ഡയറക്ടർ തസ്തികയിലിരിക്കുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം ഈ ചെക്കുകൾ കാണുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. അതിൽ നോട്ടുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഈ കുറിപ്പുകൾ രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമാണ് സാധാരണഗതിയിൽ ഒരു ചെക്ക് മാറാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് സംഗീതിന് ഇതിൽ എങ്ങനെ ഈ തട്ടിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നിരുന്നു. പിന്നീട് 2018-19 കാലത്ത് ക്ഷേമനിധി ബോർഡിൽ നിൽക്കുമ്പോഴാണ് ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. പിന്നീട് ലോട്ടറി ഈ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ലോട്ടറി ഡയറക്ടറിലേക്ക് മാറിയതിനു ശേഷവും ഇയാൾ തട്ടിപ്പ് തുടർന്നിട്ടുണ്ട്. അതിനും മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കാതെ നടക്കില്ല എന്നുള്ളൊരു നിഗമനമുണ്ട്. ഒപ്പമാണ് ഇപ്പോൾ ലോട്ടറി ഡയറക്ടറേറ്റിലും ഇയാൾ സമാന രീതിയിൽ വ്യാജ ഒപ്പൊക്കെ ഇട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നത്. അങ്ങനെ നിരന്തരമായി തട്ടിപ്പിന് ഏർപ്പെടുന്ന സമയത്ത് മറ്റുള്ള ഉദ്യോഗസ്ഥരാരും ഈ തട്ടിപ്പ് കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം എന്നുള്ളത്. നേരത്തെ ആഭ്യന്തര അന്വേഷണ സമിതി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിലും ഇത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് എന്നുള്ളതാണ് വിവരം. പ്രത്യേകിച്ച് 5ഓളം ഉദ്യോഗസ്ഥർക്ക് ഈ തട്ടിപ്പ് അറിയുകയോ ഈ തട്ടിപ്പിൽ ഭാഗവാക്കാവുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം അങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് പുറത്തു വന്നിട്ടുള്ള പ്രാഥമികമായ വിവരം. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയങ്ങളിലും പ്രാഥമികമായിട്ടുള്ള പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് വിജിലൻസ്. ആദ്യഘട്ടം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2018 മുതൽ 19 വരെ ക്ഷേമനിധി ബോർഡിൽ ഇയാൾ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ തട്ടിപ്പ് നടന്നത്. പിന്നീട് തുടർച്ചയായി ഇയാൾ ക്ഷേമനിധി ബോർഡിൽ നിന്നും ഡെപ്യൂട്ടേഷൻ അവസാനിച്ച് ലോട്ടറി ഡയറക്ടറിലേക്ക് മടങ്ങുമ്പോഴും ഈ തട്ടിപ്പ് തുടർന്നിരുന്നു എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ പറയുന്ന രീതിയിൽ ഇത്രയധികം ഉദ്യോഗസ്ഥർ ഈ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായി നിൽക്കുമ്പോൾ അവരാരും അറിയാതെ ഈ തട്ടിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി ഉയർന്നിരുന്നു. അത് ആഭ്യന്തര അന്വേഷണ സമിതിയുടെ മുന്നിലും ആ ചോദ്യമുണ്ട്, വിജിലൻസിന്റെ മുന്നിലും ആ ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന നിലയിലേക്ക് ഒരു വ്യാപകമായ പരിശോധനയ്ക്ക് വിജിലൻസ് തയ്യാറെടുക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ
പുറത്തു വന്ന വിവരങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതൽ പണം അപഹരിക്കപ്പെട്ടാണ്. ഏതാണ്ട് ഒരു 2 കോടിയോളം രൂപയാണ് നിലവിൽ 78 ലക്ഷം രൂപ ക്ഷേമനിധിയുടെ അക്കൗണ്ടിൽ നിന്നും 90 ലക്ഷം രൂപയോളം ചെക്ക് ബുക്കുകൾ ഉപയോഗിച്ചും സംഗീത തട്ടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പണമെല്ലാം തട്ടിയെടുത്തതും ഇത്രയും കാലം മറ്റുദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു സംശയം ജനിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. എന്തായാലും വകുപ്പിലെ ഉന്നതരടക്കമുള്ളവർക്കെതിരെ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പ്രാഥമിക വിവരം. അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിശദമായ പരിശോധനയ്ക്കാണ് വിജിലൻസ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വെളിപ്പെടുത്തലുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. പ്രത്യേകിച്ച് ഇയാൾ നിരന്തരമായി ഇല്ലാത്ത അസുഖത്തിന്റെ പേരിൽ വകുപ്പിൽ തനിക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളുണ്ട് എന്ന രീതിയിലുള്ള രേഖകൾ സമർപ്പിക്കുന്നത്, അത് വ്യാജമാണെന്ന് കണ്ടെത്തുന്നത്, പലവിധ രോഗങ്ങളുണ്ടെന്ന് ക്ലെയിം ചെയ്യുകയും അതുവഴി ജീവനക്കാർക്ക് മുന്നിൽ അത്തരം ഒരു പരിവേഷം കെട്ടിയാടുന്നതൊക്കെ സമീപനമൊക്കെ അയാൾ സ്വീകരിച്ചിരുന്നു. ഇതും വ്യാജമാണെന്നൊക്കെയുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിലെല്ലാം വിജിലൻസ് പരിശോധന നടത്തും. പ്രത്യേകിച്ച് ഇയാൾ ഈ തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് ബന്ധുക്കൾ അന്വേഷണ സംഘത്തോടും അല്ലെങ്കിൽ വകുപ്പിലെ മറ്റ് ജീവനക്കാരെയും ഒക്കെ അറിയിച്ചിരുന്നത്. ഇക്കാര്യത്തിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു നാടകമാണോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇത്തരം അസുഖങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിലും പരിശോധന നടത്തുമെന്നുള്ളതാണ് വിജിലൻസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും വലിയൊരു തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ആ തട്ടിപ്പിന് പിന്നിൽ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്നുള്ള വളരെ ഗൗരവകരമായ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ വിജിലൻസ് സംഘം കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. 3 തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്, 2 സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വിഭാഗത്തിന് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വിഭാഗം ഇതിൽ പരിശോധന നടത്തുന്നു. അതിനൊപ്പം തന്നെയാണ് വിജിലൻസും പരിശോധന നടത്തുന്നത്. പോലീസിൽ ക്ഷേമനിധി ബോർഡ് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും വിജിലൻസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ കാര്യമായ ഒരു പരിശോധനയിലേക്ക് പോലീസ് ഈ ഘട്ടത്തിലും പോയിട്ടില്ല. പക്ഷേ ഈ സംഗീത് നടത്തിയിട്ടുള്ളത് വലിയ തട്ടിപ്പുകളാണ്. ആ തട്ടിപ്പുകൾക്ക് വലിയ പിന്തുണ ക്ഷേമനിധി ബോർഡിൽ നിന്ന് പലരുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘമുള്ളത്. ആ രീതിയിലുള്ള പരിശോധനകളിലേക്കും വിജിലൻസ് കടക്കുകയാണ്. രോഹിണി. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.